ഹെഡ് കണ്ടോ, ആ സെൻറ്റർ കണ്ടോ പൊട്ടിയേക്കുന്നേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പിലാട്ടോ ഉള്ളത്. നമ്മുടെ 2008 മോഡൽ പിയാജിയോടെ BS2 ആപ്പയുടെ എൻജിൻ വർക്കിൻ്റെ കുറച്ച് പണിയൊക്കെ ആയിട്ട് വന്നാട്ടോ. അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗത്തുള്ള കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളുടെ കാഴ്ചകളും വിശേഷങ്ങളും ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വണ്ടി ഫുള്ളായിട്ടൊന്നും പണിയണമെന്ന് കരുതിയായിരുന്നത്. നമ്മുടെ വണ്ടി 2008 മോഡല് ആപ്പയുടെ PS2 മോഡലാട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഒരു 18 മാസമായിട്ട് വണ്ടി ഒതുക്കിയിട്ടേക്കുമായിരുന്നു. അപ്പം വണ്ടി ഇറക്കിയതിന് ശേഷം നമ്മൾ ആ പമ്പും നോസിലും ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ആ എയർ ഫിൽറ്ററും കൂടെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല കിഡിലും വലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സിലിണ്ടർ കിറ്റ് മാത്രം മാറിയാൽ മതി എന്ന് കരുതി. ഇപ്പോഴത്തെ മെയിൻ കംപ്ലയിൻറ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വണ്ടി എടുക്കാൻ ഭയങ്കര പാട്. പിന്നെ നല്ല രീതിക്ക് ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേനും എൻജിൻ ഓയിൽ മൊത്തം കാലിയായി പോവുക. എന്നാൽ പിന്നെ സിലിണ്ടർ കിറ്റ് അങ്ങ് മാറിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വന്നാട്ടോ. നമ്മുടെ സ്ഥിരം വർക്ക്ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പം അഴിക്കാനായിട്ട് തുടങ്ങുക. നമ്മുടെ വണ്ടി ഏകദേശം 18 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വണ്ടി ഒതുക്കിയായിരുന്നു കേട്ടോ. അതിന് കാരണം നമ്മുടെ വണ്ടി പ്രൈവറ്റ് ആക്കിയിട്ട് നമ്മൾ വേറൊരു വണ്ടി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം സ്ക്രാപ്പിംഗ് പോളിസിയുടെ ഒരു നിയമത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാട്ടോ നമ്മൾ വണ്ടി ഒതുക്കിയായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ നിയമമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 7 വർഷം കൂടെയൊക്കെ നമ്മുടെ വണ്ടി ഓടിക്കാമെന്നൊക്കെയുള്ളൊരു നിയമം വന്നുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടി പെർമിറ്റിലേക്ക് മാറി വണ്ടി ഓടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പം നിലവിൽ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓയിൽ പറ്റുണ്ട്. അപ്പം പമ്പും നോസിലൊക്കെ നമ്മൾ നോക്കി എയർ ഫിൽറ്ററൊക്കെ മാറി കഴിഞ്ഞപ്പം വണ്ടി അത്യാവശ്യം വലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എടുക്കാനുള്ളൊരു പാടും പിന്നെ ഈ ഓയിൽ പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞു അതിൻ്റെ സിലിണ്ടർ കിറ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ സൂപ്പർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ എൻജിൻ താഴ്ത്തിയൊന്നും പണിയുന്നില്ല കേട്ടോ. അപ്പം സിലിണ്ടർ കിറ്റും മാറി ഓയിൽ ചേഞ്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയായിട്ട് വന്നാൽ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ ഞാൻ ഒന്ന് വെള്ളം അടിച്ചായിരുന്നു കേട്ടോ. എൻജിൻ വരെയൊക്കെ നല്ല നീറ്റായിട്ടാട്ടോ ഇരിക്കുന്നത്. ഇനി ആശാനോടൊന്ന് ചോദിക്കട്ടെ ഇത് എന്നാ പരിപാടി പിന്നെ ഉദ്ദേശിക്കണേന്ന്. ഷമീറേ, ഇത് എന്നാണ് ഇപ്പം നമ്മുടെ വണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കണേ? നിലവിൽ നമ്മളിതിൻ്റെ സിലിണ്ടറും പിസ്റ്റണും മാറാൻ ഉദ്ദേശിക്കുന്നത്. അത് മതി. നിലവിൽ ഒളിച്ചെലവ് മാത്രമേ വണ്ടിക്കുള്ളൂ. വേറെ വലിയ കുറവോ പെർഫോമൻസ് കുറവൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടി സിലിണ്ടർ കിറ്റ് മാറി കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റ് ആയിക്കോളൂ ആണല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എത്ര കിലോമീറ്റർ ആയിട്ട് നമ്മുടെ വണ്ടി ഏകദേശം? നിലവിൽ ഇപ്പോൾ ഫുൾ ഓവറോളിങ്ങും ചെയ്തിട്ടില്ല. നിലവിൽ നമ്മുടെ വണ്ടി ഫുൾ ഓവറോളിങ്ങും ചെയ്തിട്ടില്ല. ഒരു 4 ലക്ഷം കിലോമീറ്ററോളം ആയിട്ടുണ്ട്. മീറ്ററെ കിടക്കുന്നത് 380 ചിലോനായിട്ടുണ്ട്. അപ്പം മീറ്റർ ഇല്ലാതെ കുറേ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഒരു 4 ലക്ഷം മേളിലായെങ്കിലും ഉള്ളൂ. 4 ലക്ഷം കിലോമീറ്റർ ആയെങ്കിലും നമ്മൾ നിലവിൽ ഇതുവരെ ഇവൻ്റെ വണ്ടി ഫുള്ള് എൻജിൻ ഓവറോൾ ചെയ്തിട്ടില്ല. നമുക്കിത് ഏകദേശം എത്ര സമയം പിടിക്കൂടാ? അത് നമുക്കിത് സിലിണ്ടർ മെഷീൻ മാറാൻ 1 മണിക്കൂർ താമസമുള്ളൂ. പിന്നെ ഒരു 1-2 മണിക്കൂർ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങണം. പണി ഒരു 2 മണിക്കൂർ കൊണ്ട് തീരും അല്ലേ? 10 മണിക്കൂർ താമസമുള്ളൂ. ഞാൻ ഈ വണ്ടി ഫുള്ള് എൻജിൻ പണിതിട്ട് ഓടിക്കണം എന്നൊക്കെ ഓർത്തായിരുന്നു കേട്ടോ കേസ്. വണ്ടി വീണ്ടും ഇറക്കിയത് പമ്പും നോസിലും ക്ലീൻ ചെയ്ത് അതുപോലെ എയർ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി കിട്ടിലും വലിയായിട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ആ സ്റ്റാർട്ടിങ് ട്രബിളും അതുപോലെ ഓയിൽ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വണ്ടി അഴിച്ചേക്കാമെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വണ്ടി ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഇനി അഴിച്ച് കഴിയുമ്പം എന്താ അതിനകത്ത് സംഭവിച്ചേക്കണേന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. റോക്കർ കവർ അയച്ചിട്ടുണ്ട് കേട്ടോ. അയ്യവാ, നല്ല കറയല്ലടാ. ഹെഡ് അഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നാല് സ്റ്റഡുണ്ട്. ആ ബോൾട്ടിങ് അയച്ചു കഴിഞ്ഞാൽ ഹെഡ് പൊക്കാം. ഹെഡ് പൊക്കി കഴിയുമ്പം ഷമീർ അതിനകത്ത് പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറേണ്ടി വരുമല്ലോടാ. ഹെഡ് അയച്ചു കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് പൊട്ടൊക്കെ ഉണ്ടോ. ഈ ഹെഡ് പൊട്ടിക്കഴിഞ്ഞാൽ എന്നാടാ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്? കംപ്രഷൻ കുറയും. അങ്ങനെ നമ്മുടെ ഹെഡ് പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഷമീർ ഒന്ന് കാണിച്ചടാ അവസ്ഥ. എന്നാണ്ട് മെറ്റൽ പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. ആണോ? ഇതാട്ടോ നമ്മുടെ സിലിണ്ടർ കിറ്റിൻ്റെ ഉള്ളിൽ പിസ്റ്റനാട്ടോ താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി സിലിണ്ടർ കിറ്റും കൂടെ പൊക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. പൊട്ടൊന്നും കാട്ടി ഹെഡ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടോ, സീനുണ്ട്. അവിടെ പിസ്റ്റൻ പൊക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എത്ര 1000 രൂപയ്ക്ക് ഓടിയ സാധനം എന്നറിയോ?
ഓ തീർന്നോടാ അത്, വട്ടം പൊട്ടിയതോ വട്ടത്തോടായിപ്പോയി അത്. എൻ്റെ ദൈവമേ മതി. പിസ്റ്റനൊക്കെ പൊട്ടിയെന്നാട്ടോ പറഞ്ഞേ, ഹെഡും ചെറിയ പൊട്ട് കാണുന്നുണ്ട്. ഗൈസ് അപ്പോൾ രാവിലെ ഓടി വന്ന വണ്ടിയാണ് കേട്ടോ, ഏകദേശം പൊളിച്ച് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. കിലോമീറ്റർ കുറേ ഓടിയിട്ടുണ്ടെന്നേ. അപ്പോൾ പിന്നെ ഇതൊന്നും പോയതിനകത്ത് വലിയ അത്ഭുതമൊന്നും വിചാരിക്കാനില്ല. ഞാൻ പിസ്റ്റനാണേലും ഇതുണ്ടോ വട്ടം പൊട്ടിയിരിക്കണേ കാണുന്നു. അപ്പോൾ പിസ്റ്റനും സിലിണ്ടർ അതുപോലെ ഹെഡ് ഏകദേശം സ്പെയറിന് തന്നെ ഒരു 10 രൂപ മേളിൽ എന്താണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുത്തൻ സ്പെയർ മേടിച്ച് കയറ്റിയാൽ മതി. എന്താണല്ലോ ഈ 3 ഐറ്റം അടിച്ച് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രഷായിട്ടുള്ള നമ്മുടെ സിലിണ്ടറും പിസ്റ്റനും അതുപോലെ ഹെഡും കൂടെ കയറ്റാം ഗൈസ്. അപ്പോൾ നമ്മുടെ സ്പെയർ വന്നിട്ടുണ്ട് കേട്ടോ. വില ഒന്ന് നോക്കട്ടെ റാവി. പൊളി സിലിണ്ടർ കിറ്റാന്ന് തോന്നുന്നു. 3256 രൂപ. ഹെഡ് എത്രയാണ്? 5. ഈശോ 513. പൊളി. പിന്നെ ദേ ഇരിക്കണേ ഷിമ്മിക്കൂട്, അതും കാണും ഒരു 1500 രൂപ. റോക്കർ കവർ എത്രയാണ്? 770. പൊളി. പിന്നെ ദേ അതിനകത്തും കുറേ റോക്കറാമ 740. 1000 രൂപ കളിയാണ് മൊത്തം. നമ്മുടെ ഷൈജുവിൻ്റെ എഞ്ചിൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നുകൂടി നിർത്തിക്കൊണ്ട് പണിയാണ് സംഭവം. എന്നാലും ഓടിക്കോളും, 70 കിലോമീറ്റർ കൂടി ഇനി ഓടിക്കോളും. ഇവൻ 70 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ 1 കിലോമീറ്റർ ഓടിക്കും, അത് വേറെ വശം. അപ്പോൾ ഇനി നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, ഇവന്മാരെ ഓരോന്നിനെ പറക്കി കയറ്റുക കേസ്. അപ്പോൾ അങ്ങനെ സിലിണ്ടർ കിറ്റ് അൺബോക്സിങ് ആട്ടോ. ഇതേ ഇരിക്കുന്നു നല്ല ഫ്രഷ് സാധനം. ഇനി ഇത് എടുത്തിട്ട് എന്നാണ്ട് ഡീസലിട്ട് എന്നാണ്ട് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതേ വന്നു കഴിഞ്ഞു. അവനെ ഇത് എന്നോടാ ഡീസലിൽ കുളിപ്പിക്കുവാണോടാ ഇത്? ഡീസലിൽ കുളിപ്പിച്ച് പൊട്ട് പിടിക്കുക ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ നമ്മുടെ ആ സിലിണ്ടറും പിസ്റ്റനും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡീസലിനകത്ത് നൈസായിട്ടൊന്ന് കഴുകി ഒന്ന് സെറ്റാക്കണം കേട്ടോ. പിന്നെ അത് കഴുകട എന്തിനാണ്? അതിനകത്ത് മെറ്റൽ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പുതിയ സാധനം ആയതുകൊണ്ട് ഉണ്ടോ വേസ്റ്റിൽ മുക്കിയിട്ട്. അതെ റിങ്സ് ആട്ടെ കാണുന്നത്, 3 റിങ്സ്. ഒന്ന് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ കമ്പർഷൻ റിങ്സ് ആയിരുന്നായിരിക്കൂലേ കംപ്ലൈൻറ്റ്? അപ്പോൾ ആ റിങ്സ് ജാമായി പോയതാട്ടോ നമ്മുടെ വണ്ടിയുടെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ രാവിലെ ഉള്ള ആ കംപ്ലൈൻറ്റ് വന്നേ. അപ്പോൾ ഇതിപ്പോൾ ഡീസലിനകത്ത് സിലിണ്ടറും അതുപോലെ പിസ്റ്റനും ഒക്കെ ഒന്ന് നൈസായിട്ടൊന്ന് കഴുകിയെടുക്കണേ കേട്ടോ ഈ കാണുന്നത്. അപ്പം ഹെഡും കഴുകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഇങ്ങനെ സിലിണ്ടർ കിറ്റൊക്കെ മെയിൻ്റനൻസ് ചെയ്യുമ്പം ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ ഇത്. നല്ല ഫ്രഷ് ഡീസലിനകത്ത് മുക്കി നല്ല രീതിക്ക് അവന്മാർ ക്ലീൻ ചെയ്തെടുക്കും. ഇനിയിപ്പം അവനെ റിങ്സ് കയറ്റാൻ പോകാലടാ. അപ്പോൾ ആ റിങ്സ് നല്ല സീറ്റിങ് കയറ്റാനുള്ള ടൂലാട്ടോ ഇത് ഈ ഇരിക്കുന്നത്, പുള്ളർ. റിങ്സ് പുള്ളർ. അതെ. അപ്പോൾ നമ്മുടെ റിങ്സ് ഇത് ഓയിൽ റിങ്സ് അല്ലേ? ഓയിൽ റിങ്സ് സെൻട്രി വരും അല്ലേ, ഏറ്റവും അടിയിൽ വരും കേട്ടോ ഓയിൽ റിങ്സ്. അത് കഴിഞ്ഞാണ് 2 കംപ്രഷൻ റിങ്സുകൾ വരുന്നത്. അപ്പോൾ ഇത് സിലിണ്ടറിനകത്തേക്ക് ചുമ്മാ അങ്ങനെ റഫായിട്ടൊന്നും നമുക്ക് കുത്തി കയറ്റാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മുടെ പുള്ളർ വെച്ചിട്ട് പക്ക സെറ്റപ്പിൽ എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞിൻ്റെ ഹൃദയം പോലത്തെ സാധനം കേട്ടോ ഇത്. അത് നല്ല പക്കയായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടി കേട്ടോ. അല്ലെങ്കിൽ വെറുതെ 10-15 രൂപ പോവും. ഉണ്ടോ ഡീസലുണ്ടോ നിങ്ങൾ? നല്ല ഫ്രഷായിട്ടുള്ള ഡീസലാണ് എടുത്തേക്കുന്നത്. റിങ്സ് അങ്ങനെ കയറിയിട്ടുണ്ട്. അതിന് ഈ സിലിണ്ടർ കിറ്റ് ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള പരിപാടിയല്ലടാ ഇത്. ഇതാണ് ഒരു ഇച്ചിരി താമസം വരുന്ന ഒരു പരിപാടി. വലിയ താമസമില്ല, എന്നാലും ശ്രദ്ധിച്ച് നല്ല പക്കയായിട്ട് ചെയ്യണം. അങ്ങനെ റിങ്സുകൾ കയറിയിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങണം എന്നാണ് അവർ പറയുന്നത്. ഉണ്ടോ മാറിയ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ മൊത്തം ജാമായി പോയായിരുന്നു. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇനി പുള്ളർ വെച്ച് ടൈറ്റ് ചെയ്യണം.
എന്നിട്ട് നൈസായിട്ട് കൈ കൊണ്ട് ഒറ്റ തട്ട്. എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ, ഫ്രീ ആയിട്ട് കയറാൻ വേണ്ടിയിട്ട്. ഈ ഡീസൽ ഒഴിക്കുമ്പോൾ ഡ്രൈ ആവൂലടാ, അതുകൊണ്ടല്ലേ ഇപ്പം ഇച്ചിരി അങ്ങനെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് ഓയിൽ, എഞ്ചിൻ ഓയിൽ അങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ ഹൃദയം അല്ലടാ പിന്നെ, എഞ്ചിൻ്റെ ഹൃദയം ആട്ടോ ഇത്. അതെ, പക്ക കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളിത് മാറണേ കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആ റിങ്സ് പുള്ളർ വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് എങ്ങാണ്ട് വരും ആ റിങ്സ് തമ്മിലുള്ള കട്ടിങ്ങിന്. അപ്പോൾ അതങ്ങോട്ട് ഒതുക്കി ഇതേ കണ്ടോ, അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. റിങ്സ് ഫുള്ളകത്തേക്ക് കയറി ആ പിസ്റ്റൻ്റെ റൗണ്ടിൻ്റെ അതേ ഷേപ്പിൽ. ഇനിയിപ്പോൾ ഇതേ സിലിണ്ടറിനകത്തേക്ക് കയറ്റാൻ പോകട്ടോ. കറക്റ്റ് സെറ്റപ്പിൽ കയറ്റിയില്ലെങ്കിൽ സീനാവും. അതെ സെറ്റ്. ഇനിയിപ്പോൾ നൈസായിട്ട് ടോപ്പിൽ നിന്ന് ഒറ്റ തട്ട് ഉണ്ടോ, കറക്റ്റ് ടൈറ്റൊക്കെ നോക്കണം കേട്ടോ. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാട്ടോ. നിസ്സാര കേസുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാ റഫായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി പാടും. ഉണ്ടോ പിസ്റ്റൻ്റെ മേളിൽ വേസ്റ്റ് ഇട്ടാട്ടോ തട്ടുമ്പം, മെറ്റലൊക്കെ വെച്ച് തട്ടുമ്പോൾ ഉണ്ടത് സ്ക്രൂ ഡ്രൈവറിനാട്ടോ തട്ടണേ, വേറെ ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി വേസ്റ്റ് വെച്ചിട്ട് വാ പൊളി കയറി കണ്ട. ഇതേ നോക്കി അവനെ ജസ്റ്റ് ഒന്ന് കാണിച്ചടാ. ഇതേ കണ്ടോ, സിലിണ്ടറിനകത്ത് പിസ്റ്റൻ കയറി. സെറ്റ്. ടൈറ്റ് ആണോന്ന് ചോദിച്ചാൽ ടൈറ്റ് അല്ലേന്ന് ചോദിച്ചാൽ ടൈറ്റ് അല്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ആട്ടോ, ഒരു ശകലം പോലും ഗ്യാപ്പ് വരതല്ലേടാ പിന്നെ. അതാണ് അതിൻ്റെ പക്ക മൈലേജ്, വലി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെറ്റാവുള്ളൂ. അപ്പോൾ ആ ഒരു വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കണക്ടർ ആടയിലേക്ക് നമ്മുടെ പിസ്റ്റൻ്റെ ആ പിന്നും കൂടെ കയറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ കിറ്റിൻ്റെ പരിപാടി ഏകദേശം തീർന്നു. കേസ് അപ്പോൾ നമ്മുടെ സിലിണ്ടറും പിസ്റ്റനും കയറ്റാൻ പോവാം കേട്ടോ. കേസ് അപ്പോൾ നമ്മുടെ സിലിണ്ടർ കിറ്റ് സീറ്റിങ്ങിൽ കയറ്റിയിട്ടുണ്ടോ കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഹെഡ്. കേസ് അപ്പോൾ അത് ഹെഡ് അൺബോക്സിങ് ചെയ്യുക കേട്ടോ. തിളങ്ങുക സാധനം. 5000 രൂപയായിരുന്നു തിളങ്ങണേ കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഇത് ഡീസലിലൊന്ന് നൈസായിട്ടൊന്ന് കഴുകണം. മെറ്റൽ പൊടിയൊക്കെ ഫ്രഷായിട്ടുള്ള സാധനമല്ലേ, മെറ്റൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഷമീർ, ഇത് ഈ വാൽവൊന്നും അങ്ങനെ സീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലടാ, ഫ്രഷ് ആയതുകൊണ്ടല്ലേ. ഹെഡ് കയറ്റാനുള്ള പരിപാടി കേട്ടോ. വരിക നമ്മളുടെ അനുവാദമൊക്കെ ചോദിക്കുക പുള്ളി. ഇപ്പം നമ്മുടെ ഹെഡ് കയറിയിട്ടുണ്ട് കേട്ടോ. കേസ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് കിടന്നേക്കും കേട്ടോ. ഇനിയിപ്പോൾ അതേ ഫ്രഷ് റോക്കർ കവറും കൂടെ പാക്കിങ് ഇട്ടേച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കേസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മാറിയേക്കുന്ന സ്പെയർ കേട്ടോ ഈ കിടക്കുന്നത്. ഇത് സിലിണ്ടർ, പിസ്റ്റന്, റോക്കർ കവറ്, ഹെഡ്, റോക്കർ ആം, ഇത്രയും സാധനങ്ങളാട്ടോ മാറിയേക്കുന്നത്. ഇത്രയും പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ട് ഇനിയിപ്പം വോൾവോ ലൈനിൻ്റെ ഫ്രഷ് ഓയിൽ ഒഴിക്കുന്നുണ്ട്, അതുപോലെ ഓയിൽ ഫിൽറ്ററും മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഒറ്റയടിക്കൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് ചെയ്യണം, അതിന് ശേഷം കുറേ നീട്ടി അടിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങനെ വണ്ടി ഒറ്റയടിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടണം കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി നിർത്താൻ പറ്റില്ല, ഒരു 2 മണിക്കൂറൊക്കെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കിടക്കണം. കേസപ്പോൾ നമ്മളെ വണ്ടിയുടെ എൻജിൻ വർക്കിൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വണ്ടി പുറയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കിടക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത്. എൻജിൻ തണുപ്പിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.